ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബനാന ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെറും ബനാന ഡെസേർട്ടില്ല, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളുക. അപ്പോൾ ഒരു പാൻ വെച്ചെടുത്തു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന കഷ്ണങ്ങൾ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ബനാന കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഏലക്ക ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ ആ ഏലക്കയും കൂടെ ചേർത്ത് നമ്മളൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ശേഷം ശർക്കര പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 പിടി പൊടിച്ച ശർക്കരയാണ് ഞാനിതിൽ ചേർത്തത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ തേങ്ങ ചിരകിയതും കൂടെ ഒരു 2 പിടി തേങ്ങ ചിരകിയതും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ താരം എന്താണെന്ന് അറിയണ്ടേ, ആ സ്പെഷ്യൽ സാധനം എന്താണെന്ന്. റമ്മാണ് നമ്മൾ ഇതിൽ നിന്ന് ആഡ് ചെയ്യുന്നത്. ഇതാണ് സ്പെഷ്യലായിട്ടുള്ള സാധനം. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അത് ചേർത്തപ്പോൾ തന്നെ ഒരു സ്മെല്ലടിക്കാനുണ്ട് മക്കളെ, വായിൽ കപ്പലോടുന്നൊരു സ്മെല്ലായിരുന്നു അത്. ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അതിന് ശേഷം ഇനി നമ്മുടെ ഐസ്ക്രീം കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തതിന് ശേഷം എന്തോ ഒരു പോരായ്ക പോലെ തോന്നി. അപ്പോൾ ഡെക്കറേഷൻ മസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോഴാണ് അനാറ് കണ്ടത്. അപ്പോൾ അനാറ് വെച്ചിട്ട് തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ ഇതിനെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ.